ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോഴും ടീം കോൺഫറൻസീസ് ഒക്കെ അതിൻ്റെ ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ നിയമമായ 5:3:2. അത് കുട്ടികൾക്ക് പണിയായോ വിനയായോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ 5:3:2 മാത്സിന് മുൻഗണന കൊടുത്തുള്ള ദെൻ ഫിസിക്സ് ദെൻ കെമിസ്ട്രി. ഇത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കൊള്ളാം, നല്ല തീരുമാനം. എല്ലാവരും എഞ്ചിനീയറിങ്ങിനാണ് പോകുന്നത്, ബിടെക്കിനാണ് പോകുന്നത്. മാത്സ് ആണ് മെജോറിറ്റി. എഞ്ചിനീയേഴ്സ് ആരാണ്? ദേ ആർ പ്രോബ്ലം സോൾവേഴ്സ്. സോ മാത്സിന് മുൻഗണന കൊടുക്കണം. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് എ ബെറ്റർ ഡിസിഷൻ. ബട്ട് അവരൊരു കാര്യം ഓർക്കണമായിരുന്നു, ഇത് ബെറ്റർ ഡിസിഷൻ ആവുന്നത് എപ്പോഴാണ്? എല്ലാ കുട്ടികളും സെയിം സിലബസ് പഠിച്ച്, സെയിം സിലബസ് ആണ് ഓഫ് കോഴ്സ്, എങ്കിൽ സെയിം ലെവൽ ഓഫ് എക്സാം എഴുതി, ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാം എഴുതി ഒരേ ടഫ്നെസ്സിൽ എഴുതിയിരുന്നെങ്കിൽ ഇറ്റ്സ് എ വെരി 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 ഗുഡ് ഓപ്ഷൻ. ബട്ട് അങ്ങനെയാണോ നടന്നത്? ഒരിക്കലുമല്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ സ്റ്റേറ്റ് സിലബസിലെ മാത്സും CBSE മാത്സും കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ടഫാണ് CBSE മാത്സ്. ഞാൻ ഒരു സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആളാണ്, സോ എനിക്കറിയാം. ഞാൻ CBSE ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾ വിചാരിക്കാത്ത ടഫിലാണ് CBSE മാത്സ് ഓരോ പ്രോബ്ലം വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ടോട്ടലി ആൻ അൺഫെയർ ഡിസിഷൻ. അത് പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഒരേ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എഴുതുന്നതെങ്കിൽ ഇതൊരു നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. കാരണം മാത്സിന് നല്ല കഴിവുള്ള കുട്ടികൾ കയറി പോകുന്നു. കോഴ്സ് എ ഗുഡ് ഡിസിഷൻ. ബട്ട് ഇതിപ്പോൾ ടോട്ടലി അൺഫെയർ ആണ്. അതുമല്ല, സ്റ്റേറ്റ് സിലബസിൻ്റെ കാര്യം പറയാം. സ്റ്റേറ്റ് സിലബസിൽ ഇത്തവണത്തെ മാത്സ് വലിയ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അവർ കെമിസ്ട്രി മാത്രമേ ചെറിയ ടഫായിട്ട് വന്നുള്ളൂ. സോ കെമിസ്ട്രിക്ക് ഇപ്പോൾ വെയിറ്റേജ് വന്നിട്ടുണ്ട്. സോ സ്റ്റേറ്റ് സിലബസ് ഒരു ഇതുള്ള കുട്ടികളെല്ലാം സേഫാണ്. CBSEക്കാണ് ഓഫ് കോഴ്സ് പണി കിട്ടിയിരിക്കുന്നത്. CBSE ഒരുപാട് പേർക്ക് നല്ല മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. ഈ മാത്സിന്റെ മാർക്ക് കുറഞ്ഞു പോയി എന്ന കാരണത്താൽ അവരുടെ ടോട്ടൽ മാർക്കിൽ നിന്ന് തന്നെ 10-15 മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ട്. മാത്സിന് കുറച്ച് മാർക്ക് കിട്ടിയവർക്ക് നല്ല പുഷായി കയറി വന്നിട്ടുമുണ്ട്. സോ ഓവറോൾ CBSE കുട്ടികൾ നല്ല പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. അതിൽ വേറെ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ കേസൊക്കെ ലീഗലിയൊക്കെ മുൻപോട്ട് പോയാലും അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ഒരു ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് ഇയർ എങ്കിലും ഇത് ഈ ഒരു നിയമം മാറിയാൽ നല്ലത്. അല്ലാതെ വേറെ ഒന്നും. ഇത്രയും ടഫ് എക്സാമാണ് CBSE കുട്ടികൾ എഴുതുന്നത്. സ്റ്റേറ്റ് കുട്ടികളാണെങ്കിൽ കോഴ്സ് ഒരു നോർമൽ ലെവൽ എക്സാമാണ് എഴുതുന്നത്. എന്നിട്ട് അതിൻ്റെ കൂട്ടം അവരൊക്കെ പിടിക്കാൻ ഒരു കാൽക്കുലേറ്റർ. CBSEക്കാർ കാൽക്കുലേറ്റർ പോലും യൂസ് ആക്കുന്നില്ല. എനിക്കുള്ളൊരു സംശയമാണ്, എന്തിനാണ് ഈ സ്റ്റേറ്റ് കുട്ടികളുടെ കയ്യിൽ ഈ കാൽക്കുലേറ്റർ കൊടുത്തു വിടുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അവരുടെ നല്ല എക്സാമിന് നല്ല ടൈമുണ്ട്. അവരടുത്ത് സ്വന്തമായി എഴുതി മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കാവുന്ന ലെവൽ ഓഫ് പ്രോബ്ലംസ് അവർക്ക് വരുന്നുള്ളൂ. പിന്നെ എന്തിനാണ് കാൽക്കുലേറ്റർ? ഒരു ഉപയോഗം ഇല്ലാത്ത സാധനമാണ് ഈ കാൽക്കുലേറ്റർ. നിങ്ങളുടെ ബുദ്ധി, ചിന്താശേഷി എല്ലാം കുറയ്ക്കുന്നല്ലാതെ ഈ കാൽക്കുലേറ്റർ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. ഇപ്പോൾ +2 കഴിഞ്ഞ് എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് ഞാൻ പറഞ്ഞത് കണക്കാണ്. ഇപ്പൊ +1 +2 പഠിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ, എടാ ആ കാൽക്കുലേറ്റർ ദൂരെ എടുത്ത് മാറ്റി വെച്ചു, എങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ സ്കൂളിലൊക്കെ ചിലപ്പോൾ ടീച്ചർമാരൊക്കെ ബോർഡിൽ എഴുതിയിട്ട് കാൽക്കുലേറ്ററിൽ അടിച്ച് പെട്ടെന്ന് പോലെ നിങ്ങൾ സ്കൂളിൽ ഉപയോഗിച്ചു. വീട്ടിൽ വന്ന് നിങ്ങളുടെ സെൽഫ് സ്റ്റഡി സമയത്ത് ഈ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന സാധനം തൊടരുത്. നിങ്ങളെ ബാധിക്കുന്നല്ല. നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നല്ല മുട്ടം പണി പറയുന്നുണ്ട്. ഈ കാൽക്കുലേറ്റർ 2 വർഷം ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, ആ ടൈമിൽ മനസ്സിലാവും. നല്ല കിഡിലം പണി വരുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പൊ ഈ 5:3:2 സമ്പ്രദായം നടപ്പാക്കിയതിൽ എനിക്ക് യാതൊരുവിധ യോജിപ്പും ഇല്ല. അതൊരു സെയിം ലെവൽ ഓഫ് എക്സാംസ് ആയിരുന്നു എല്ലാവർക്കെങ്കിൽ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. ഞാൻ അത്യാവശ്യം ഇപ്പോൾ JEE ആയാലും ഇപ്പൊ എല്ലാം മാത്സ് ആയാലും മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഈക്വൽ ലെവൽ എക്സാംസ് ആണ് നടക്കുന്നത്. ഈക്വൽ ലെവൽ എക്സാംസ് അല്ല, ഈക്വൽ ലെവൽ ഓഫ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ എനിക്കതിലൊരു യോജിപ്പില്ല. ഞാൻ മാത്സിന് തന്നെ ബിടെക് എഞ്ചിനീയറിങ്ങിന് പോകുന്ന എക്സാംസ് ആണെങ്കിൽ, ഇപ്പൊ നീറ്റൊക്കെ ആണെങ്കിൽ ബയോളജിക്കാണ് മുൻഗണന. അതേപോലെ ബിടെക് എഞ്ചിനീയറിംഗ് ലെവൽ എക്സാംസിന് മാത്സിന് തന്നെ മുൻഗണന കൊടുക്കുന്ന എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
പക്ഷേ ഇപ്പൊ ചെയ്തത് ദാറ്റ്സ് നോട്ട് ഫെയർ. രണ്ടുപേരുടെ ലെവൽ ഓഫ് എക്സാംസ് ഡിഫറെന്റ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ എന്തായാലും അതിലൊരു അൺഫെയർ എന്തായാലും നടന്നിട്ടുണ്ട്. CBSE കുട്ടികൾ ഒരുപാട് പേര് പുറകെ പോയിട്ടുണ്ട്. ഇനി അതൊരു റാങ്ക് ലിസ്റ്റ് ഇനി ഒരു ചിലപ്പോൾ നിങ്ങൾ ഈ ലീഗലിയൊക്കെ മുമ്പോട്ട് പോയാൽ ഒരു അഡ്മിഷനൊക്കെ ഒരു ഡിലേ വരും എന്നല്ലാതെ വേറെ ഒരു യൂസും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ കാൽക്കുലേറ്ററിന്റെ കാര്യം തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ 10ലോ +1ലോ +2ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ദയവ് ചെയ്ത് ആ സാധനം ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നല്ലാതെ അതുകൊണ്ട് ഒരു യൂസിൽ നിങ്ങൾ എക്സാം ടൈമിൽ ഉപയോഗിച്ചോ കുഴപ്പമൊന്നുമില്ല. ദയവ് ചെയ്ത് അത് കൂടുതൽ ഉപയോഗിക്കാണ്ടിരിക്കുക. വേറെന്താ? എടാ പിന്നെ തമിഴ്നാട് സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ച് പറയാനുള്ളത് ഒരു വമ്പൻ കോമഡി കേസാണ്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ ലെവൽ എക്സാംസ് ആണ് എഴുതിയിരുന്നെങ്കിൽ ഒരു ടോപ്പറിന്റെ റാങ്ക് മാർക്ക് വെച്ച് ബാക്കി എല്ലാവരുടെയും പഠിക്കാതെ വലുതായിട്ട് ഒരു അഫക്ഷൻ വരുന്നില്ലായിരുന്നു. സോ 2 ലെവൽ ഓഫ് എക്സാമിൽ ഈ ടൈപ്പ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ഒക്കെ ഒരു വെറും മണ്ടത്തരം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എന്നിട്ട് പറയുന്നതോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഇത് കേരളത്തിലെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. എനിക്കറിയത്തില്ല. ഇറ്റ്സ് ടോട്ടലി അൺഫെയർ. അപ്പോൾ അത്രയൊക്കെയുള്ള ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേര്, പിന്നെ ലൈക്ക് കൂടെ ചെയ്തേര്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.